വെരി ഗുഡ് മോർണിംഗ് റിനു. കാലാവസ്ഥയൊക്കെ എങ്ങനെ? പൊതുവെ നല്ല തണുപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേരളം ഒട്ടാകെ. 7 ഇടങ്ങളിലാണ് യെല്ലോ അലേർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ റിനു? ഗുഡ് മോർണിംഗ്. സുഖമായിട്ട് നല്ല ഉറങ്ങിയോ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സുഖമായി തന്നെ ഉറങ്ങി, സുഖമായി തന്നെ ഉറക്കം എണീക്കുകയും ചെയ്തു. ഇന്നലെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ തെക്കൻ കേരളത്തിൽ മഴ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ ആകാശമൊക്കെ ഇരുണ്ട് നിൽക്കുന്നുണ്ട് രാവിലെ. വടക്കൻ കേരളത്തിൽ പൊതുവെ നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായി തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്കറിയാം തിരുവനന്തപുരം, തമ്പാനൂരിലൊക്കെ തന്നെ ചെറിയൊരു മഴ ചാറിയാൽ മതി, വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ അടുത്തിടെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയൊക്കെ വന്നതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ളത് വേണം പറയാൻ. ഓക്കെ, കാലവർഷം തുടങ്ങിയോ എന്ന് ചോദിക്കാൻ ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെടുന്നുണ്ട്. റഫീഖ് ചോദിക്കുന്നു, റിനോട് ചോദിക്കാൻ. കാലവർഷം വന്നാ 27-ാം തീയതി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാലവർഷം ഇങ്ങ് അടുത്തെത്താറായി എന്ന് വേണം പറയാൻ. 27-28-ാം തീയതിയോടുകൂടി കാലവർഷം എത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. തീരദേശത്തുള്ളവർക്കും അതുപോലെ തന്നെ മലയോര പ്രദേശത്ത് ഉള്ളവർക്കൊക്കെ തന്നെ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ ഇപ്പോഴേ ജാഗ്രതാ നിർദ്ദേശം. ഒരു നിമിഷം റിനു, ഞാൻ ഒന്ന് ആ ഓറഞ്ച് അലർട്ട് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഒന്ന് ബോധ്യപ്പെടുത്താം. ഈ ജില്ലകളിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. നല്ല കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കരുതിയിരിക്കുക. ഈ ജില്ലകളിലുള്ളവർ പുറത്തിറങ്ങുമ്പോൾ നിശ്ചയമായും കുട കരുതിയിരിക്കുക. അതുപോലെ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചു വയ്ക്കുക. എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് സൂക്ഷിച്ചു വയ്ക്കാനല്ല, വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പരിപാടി നടത്തണം. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട് എന്നുള്ളതും റിനു സൂചിപ്പിക്കുന്നുണ്ട്. മഴയാണ് കേട്ടോ, ഇനി അങ്ങോട്ട് മഴക്കാലമായിരിക്കും. അപ്പോൾ റിനു, മറ്റ് വാർത്താ മഴയും ഉണ്ട് ഇതിനോടൊപ്പം. അതാണ് ഏറെ കൗതുകകരമായ കാര്യം. തിരുവനന്തപുരത്ത് നമ്മുടെ ഈ ബേലിൻദാസിന്റെ കാര്യത്തിൽ എന്തായി? ഇന്നിപ്പോൾ അഭിഭാഷകയെ മർദ്ദിച്ച് അവശരാക്കിയ സംഭവത്തിൽ പ്രതി ബേലിൻദാസിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പ്രതി പറയുന്നത് ഈ ജൂനിയർ അഭിഭാഷകയാണ് പ്രകോപനമുണ്ടാക്കിയത്, അതുകൊണ്ട് 2 അടി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതൊന്നും കോടതിയുടെ മുന്നിൽ നിൽക്കില്ലല്ലോ. എന്തായാലും അഭിഭാഷകയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് നീതി കിട്ടി എന്നൊരു ബോധ്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായിരിക്കും ബേലിൻദാസ് കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്ന ഡിഫൻസ്? അരുൺകുമാർ, ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ വാദിഭാഗത്തിൻ്റെയും എല്ലാ വാദങ്ങളും കോടതി കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കോടതി ഇന്നിപ്പോൾ അതിൽ വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചു. അതിനുശേഷം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ബേലിൻദാസിന് ബെയിൽ കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതെന്ന്. 11 മണിക്ക് ഈ കോടതി കൃത്യമായി തന്നെ ഈ വിധി പറയാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദിഭാഗം മുന്നോട്ട് വെച്ചത് ഈ സാക്ഷി, അതായത് ഈ അഭിഭാഷകൻ്റെ തന്നെ ഓഫീസിലെ മറ്റ് അഭിഭാഷകരാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ ഇവരെ സ്വാധീനിക്കുവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നുള്ളൊരു വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം പ്രതിഭാഗവും മുന്നോട്ട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ യുവ അഭിഭാഷകയാണ് ഈ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബേലിൻദാസിനെ ആദ്യം മർദ്ദിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ മർദ്ദനമുറകളോ ഒന്നും ഇദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്ന അടക്കമുള്ള വാദങ്ങളാണ് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചത്. എന്തായാലും വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇന്നിപ്പോൾ വിധി പറയാനാണ് സാധ്യത. എന്തായാലും ഇന്ന് 11 മണിക്ക് കോടതി ഈ ബേലിൻദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ബേലിൻദാസ് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് എന്നുള്ളതാണ്, റിമാൻഡിലാക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ജാമ്യം കിട്ടണം. ആ കോടതിയിൽ തന്നെ പ്രധാനപ്പെട്ട കേസുകളൊക്കെ വാദിച്ച സീനിയർ അഭിഭാഷകനാണ് ജയിലിൽ കിടക്കുന്നത് എന്നുള്ളത് ഓർമ്മിക്കണം. അപ്പോൾ താങ്ക് യു റിനു.